ഞാൻ സത്യം പറയുന്നത് അതിനുമെതിരാണ്. ഒരു സ്ത്രീ പറയുമ്പോൾ അതിന് വലിയ വില, ഒരു പുരുഷന്റെ മാനമാണ് സ്റ്റേക്കിൽ നിൽക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചിട്ട്, പ്രത്യേകിച്ച് സിനിമാ രംഗത്തൊക്കെ ഒരു ഡയറക്ടറോട് പോയി ചോദിച്ചിട്ട് റോള് കിട്ടിയില്ലെങ്കിൽ ഉടനെ അദ്ദേഹത്തിന് മീ ടു എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ക്യാമറാമാൻ ഇവരെ ഫേവർ ചെയ്ത് ക്യാമറ വെച്ചില്ലെങ്കിൽ മീ ടു എന്ന് പറയാം. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അവർക്ക് നല്ല സംഭാഷണം എഴുതി ചേർത്തില്ലെങ്കിൽ മീ ടു എന്ന് പറയാം. ഈ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് കിടക്കപ്പായിന്ന് ചാടിയിട്ട് മീ ടു എന്ന് പറയുന്നതിൽ എന്താ കാര്യം? പുരുഷന്മാർക്കും ലീഗൽ റൈറ്റ്സ് ഇല്ലേ? പുരുഷന്മാരെയും സ്ത്രീകൾ എത്രമാത്രം ഹരാസ് ചെയ്യുന്നുണ്ട്. പ്രമുഖരായ നടന്മാർക്ക് ഒപ്പം ഒരു ഫോട്ടോ കിട്ടാൻ, അവരെ തോണ്ടാൻ, അവർ പിച്ചാൻ വേണ്ടി എത്രയോ സ്ത്രീകൾ എന്തൊക്കെ ചെയ്യുന്നു. അവരുടെ തോണ്ടലും പിച്ചിലും ഇഷ്ടമല്ലെങ്കിൽ പോലും കടിച്ചമർത്തി സഹിക്കാൻ നിർബന്ധിതരാകുന്ന എത്രയോ മഹാനടന്മാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ പറയാൻ തുടങ്ങിയാലോ, മീ ടു എന്ന് അവരും പറയാൻ തുടങ്ങിയാലോ. അപ്പൊ നമ്മുടെ വിഷയം അതല്ല എന്നിരിക്കെ അൻസിബയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ, അൻസിബ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്? എൻ്റെ സുചിന്തിതമായ അഭിപ്രായത്തിൽ അൻസിബ പറയേണ്ടിയിരുന്ന ഫോറം ഇതല്ല. ഇങ്ങനെ ഇവർക്ക് പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാവുന്നതേ ഉള്ളൂ.